വയനാട് DCC ട്രഷറിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിന് 9 അംഗ സംഘത്തെ ഏർപ്പെടുത്തി. ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും അടങ്ങുന്ന സംയുക്ത സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക. വയനാട്ടിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് SKN. വയനാട് DCC ട്രഷറർ NM വിജയൻ ഒപ്പം തന്നെ മകൻ എന്നിവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിലവിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുകയാണ്. ഇതുവരെ ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം മാത്രമായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സംഘത്തോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് DYSPയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ബത്തേരി DYSP അബ്ദുൾ ഷെരീഫ് അടങ്ങുന്ന സംഘത്തോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് DYSP സുരേഷ് കുമാർ അടങ്ങുന്ന ഒരു സംഘവും കൂടി ഈ സംഘത്തോടൊപ്പം ചേരും. അങ്ങനെ 9 അംഗ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുക എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ക്രൈംബ്രാഞ്ച് ADGPക്കാണ് ഈ അന്വേഷണ ചുമതലയുള്ളത്. വയനാട് ജില്ലാ പോലീസ് മേധാവിയാണ് ഈ ടീം ലീഡറായിട്ടും നിലവിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഉള്ളത്. ഇന്ന് രാവിലെ 10 മണിക്ക് ഈ കേസിൽ പ്രതികളായിരിക്കുന്ന വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, വയനാട് മുൻ DCC ട്രഷറർ KK ഗോപിനാഥൻ എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. കേസിലെ 1-ാം പ്രതിയായിരിക്കുന്ന ബത്തേരി MLA IC ബാലകൃഷ്ണനെ 25-ാം തീയതിയായിരിക്കും നിയമസഭയ്ക്ക് ശേഷം ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പരാതികളിൽ ക്രൈംബ്രാഞ്ചിന് വിടാനായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന തീരുമാനം. എന്നാൽ ഈ ബത്തേരി DYSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇതുവരെ അദ്ദേഹത്തിന് അന്വേഷണ സംഘത്തിന് ഒരു പരാതിയോ മറ്റും തന്നെ ഉയരാത്തൊരു ഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബത്തേരി DYSPയെ മാറ്റേണ്ടതില്ല, പകരം ഒരു സംഘത്തെ കൂടി ഇതോടൊപ്പം നിയമിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള സംഘം എത്തിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഇന്ന് DCC അധ്യക്ഷൻ അടക്കമുള്ളവരെ ഇന്ന് ചോദ്യം ചെയ്യും.